ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പല സമയത്തായിട്ട് നമ്മൾ ബ്രെഡ് യൂസ് ചെയ്തപ്പോഴത്തേക്കിനും അതിൻ്റെ സൈഡ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സൈഡ്സ് എടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പല സമയത്തായിട്ട് എടുത്തിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും ഇപ്പം ബ്രെഡിൻ്റെ കൂടെ ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് ഈ സൈഡ് വലിയ താല്പര്യമില്ല. സൈഡ് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി കുറേ ആക്കി മാറ്റും. അപ്പോൾ അതിന് പകരം ഞാൻ കട്ട് ചെയ്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത പീസ് എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ എടുത്തിട്ട് നമ്മളൊരു പാനിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ആ ഒരു പീസസ് ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ ക്രിസ്പി ആയിട്ട് വന്നേക്കുന്നതിനെ എടുത്ത് മാറ്റുക. കളറും ഒക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ഒരുപാട് അങ്ങ് ഡാർക്കൊന്നും ആവണ്ട. ഇനി നമുക്ക് അതിനെ കുറച്ചായിട്ട് നമ്മളുടെ ഗ്രൈൻഡ് ചെയ്യുന്ന ജാറുണ്ടല്ലോ, പൊടിക്കുന്ന ജാറ്, അതിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് സ്മൂത്ത് ആയിട്ട് പോവരുത്. കുറച്ചൊരു ക്രിസ്പി ആയിട്ട് അതിൽ കിട്ടണം. നമ്മൾ ബ്രെഡ് ക്രംസ് കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ റസ്ക് ഒക്കെ പൊടിച്ചേക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്, അതേപോലെ തന്നെ ഇവിടെയും വരും കേട്ടോ. അങ്ങനെയും ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പൊടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കട്ട്ലറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നഗ്ഗറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഉള്ളിലിട്ട് റോൾ ചെയ്യുമ്പോഴത്തേക്കിനും കാര്യമായിട്ടൊന്നും പിടിക്കത്തില്ല. നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ടെക്സ്ചർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത്രയും പൊടിച്ചാൽ മതി. ആ വലിയ പീസസ് ഒക്കെ ഉള്ള ഒന്ന് പൊടിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരുപാട് സ്മൂത്ത് ആവുകയേ വേണ്ട. വളരെ എളുപ്പമാണ്. നമ്മൾ കളയാറുള്ളതാണ് ഈ ബ്രെഡിൻ്റെ സൈഡ്സ്. ഇപ്പം ന്യൂട്ടല്ലയൊക്കെ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും അവർക്ക് ആ സൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ മതി. കുറച്ചേറെ നാൾ ഇരുന്നോളും. നമ്മൾ ഫ്രീസറിലാണല്ലോ വെക്കുന്നത്. അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഇനഫ് ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കിനും എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. കുറച്ച് നാളിരുന്നോളും കേട്ടോ. നമ്മളിപ്പം ഇടയ്ക്കൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യും. നമുക്കിപ്പം കട്ട്ലറ്റോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഞാനിതിന് നഗ്ഗറ്റ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ ബോൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ എടുക്കാൻ പറ്റും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.